ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറൈൻ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ ധാരാളം കുറേ പേര് മെസ്സേജ് അയച്ചു, സാറേ വോയിസ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചു. കുറേ പേര് സാറേ ഇവിടുന്ന് എന്തോ ചെയ്യണം, ഇതെന്തോ ചെയ്യണം എന്ന് പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയച്ചു. എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്കറിയാം, ഞാൻ ചുമ്മാതെ അങ്ങനെ വെറും വാക്ക് പറയാറില്ല. നമുക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ കൂടെ കട്ടയ്ക്ക് തന്നെ നിൽക്കും, തല പോയാലും കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അതിനപ്പുറം വേറെ കൂടുതൽ ഡയലോഗിൻ്റെ ആവശ്യങ്ങളില്ല. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ മാർക്കറ്റിൽ കാണില്ല, അതിനിയും ഇടിഞ്ഞു വീണാലും 1000 പൊട്ടിയാലും 1000 കയറിയാലും ഡസൻ മാറ്റർ, നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്ന കാര്യമേ അല്ല. നമ്മൾ ട്രേഡ് ചെയ്തില്ല ചെയ്തില്ല, ഇന്നലെ പറഞ്ഞു. നമ്മളൊരു കമ്മ്യൂണിറ്റിയോട് കൂടെ നിൽക്കുമ്പം ആ കമ്മ്യൂണിറ്റിയോട് അനുഭവം പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ സാമാന്യ മര്യാദയാണ്, അല്ലേ? അപ്പോൾ അത് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ന് മാർക്കറ്റ് പൊട്ടി, അതിൻ്റെ 70% മാർക്കറ്റ് തിരിച്ചു കയറി, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ വരും ദിവസങ്ങളിൽ നിഫ്റ്റിയിൽ ചിലതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഒരു 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 അഗ്രസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നടക്കാനുള്ള സാധ്യത നിലവിലെ ലക്ഷണം വെച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നിഫ്റ്റി താഴെ പോകാനുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും, തമ്പനിയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റ ഗ്രൂപ്പാണ് നിഫ്റ്റിയെ ഇന്ന് ഏറെക്കുറെ താഴോട്ട് കൊണ്ടുപോയത്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആണെന്ന് തോന്നുന്നു, ചെയർമാനാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആ ടാറ്റ ഗ്രൂപ്പിനെ നയിക്കുന്ന ചന്ദ്രശേഖരൻ പടിയിറങ്ങുന്നു എന്നൊരു വാർത്ത, അത് കൺഫർമേഷൻ ഒന്നുമല്ല, ബട്ട് പടിയിറങ്ങുന്നു എന്നൊരു വാർത്ത മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ടാറ്റ ഗ്രൂപ്പിലെ എല്ലാ മിക്ക സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഏറ്റവും വലിയ ഡ്രാഗർ എന്ന് പറഞ്ഞാൽ TCS ആണ്. നിഫ്റ്റി 50-യിലെ തന്നെ ഏറ്റവും ഒരു വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്കാണ് TCS ഇന്ന് ഏകദേശം 4% ഇന്ന് ഇടിഞ്ഞു. അപ്പോൾ നിഫ്റ്റിയിൽ ഒരു വലിയൊരു ഡ്രാഗറാണ്. കാരണം ബാക്കിയുള്ള സ്റ്റോക്കുകളെല്ലാം, നിഫ്റ്റി 50-യിലെ മിക്ക സ്റ്റോക്കുകളും ഒരു ന്യൂട്രൽ സ്റ്റാൻഡായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റോക്കുകളും, അതായത് അപ്പോളോ ഹോസ്പിറ്റലൊക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞു. കാരണം അതിൻ്റെ റൂം റെൻറ്റ് ഒക്കെ കുറയ്ക്കണം എന്ന് കേന്ദ്ര സർക്കാരുടെ നിയമം കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാണ് ഇന്ന് നിഫ്റ്റിയിലൊരു ഒരു വലിയ ഇടിവ് ഇന്ന് കണ്ടത്. എങ്കിലും ലാസ്റ്റ് മൊമെൻറ്റിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് റിക്കവർ ചെയ്തു, ഏകദേശം 70% ഇന്ന് നിഫ്റ്റി റിക്കവർ ചെയ്തു. അപ്പം വരും ദിവസങ്ങളിൽ മാർക്കറ്റ് 24,138, നമുക്കൊരു ലൈനുണ്ട് അവിടെ, 24,138. ഈ 24,138 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മാർക്കറ്റ് ഇതിൻ്റെ മുകളിലാണ്, 24,138 മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും മുകളോട്ടൊരു യാത്രയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, 138 പൊട്ടി 24,000 സപ്പോർട്ട് എടുത്ത് ഈ ഏരിയയിൽ സംഭവിക്കുന്നത്, നമ്മൾ 24,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് തന്നെയാണ്. അപ്പം ഈ 24,138 നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇത് പൊട്ടുന്നുണ്ടോ നോക്കുക. 24,138 ഇത് പൊട്ടിയാൽ 24,000 ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ എങ്ങനെയായാലും ഇവിടെ വന്ന് തിരിച്ചു കയറിയാലും ഇവിടോട്ട് വന്ന് തിരിച്ചു കയറിയാലും മാർക്കറ്റിൽ ഒരു തിരിച്ച് കയറ്റം ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം അതിനെ ബലപ്പെടുത്തുന്ന, മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യും എന്നതിനെ ബലപ്പെടുത്തുന്ന പല ന്യൂസുകളും പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ മാസം ആദ്യം മുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ FIAs ക്യാഷ് മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഡേയും ബൈ സൈഡിലായിരുന്നു. ഇന്ന് 1,000 crore എനിക്കൊന്ന് നെഗറ്റീവ് സൈഡാണെന്ന് തോന്നുന്നു. ബട്ട് ഓൾമോസ്റ്റ് ഡേയ്സും FIAs ബൈ സൈഡിലാണ്. ഓക്കെ, അത് നമുക്ക് ഒരു ആശ്വാസത്തിൻ്റെ സൂചന നൽകുന്ന ഒരു പോയിൻ്റാണ് ഈ പറയുന്ന FIAs ബൈ. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഇപ്പം നടക്കുന്ന ഈ യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ
എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു പ്രാധാന്യമില്ലാത്ത സംഗതികളായിട്ട് മാറിയിരുന്നു. കാരണം ട്രംപിൻ്റെ വാക്കിന് ചില കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ട്രംപിൻ്റെ വാക്കിന് വലിയ രീതിയിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല, വലുതായിട്ട് വില കൊടുക്കുന്നില്ല. കാരണം എങ്കിലും ഒരു പരിധി വിട്ട് പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെങ്കിൽ മാർക്കറ്റ് ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ ഈ കേസ് കെട്ടിനൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ, നിങ്ങൾ ഗോൾഡിനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പണ്ട് നിഫ്റ്റിക്ക് അനുസൃതമായിട്ടാണ് ഗോൾഡ്, പണ്ടെന്നല്ല കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഗോൾഡിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ. സാഹചര്യം അല്ല കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിനകത്ത് വരുന്ന മാറ്റങ്ങൾ, നിങ്ങൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനനുസരിച്ച് ഇതിനകത്ത് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മാർക്കറ്റ് പൊട്ടുമ്പം സ്വർണം കയറുന്ന ഒരു പതിവാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഗ്ലോബലി എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പം, വാറ് വരുമ്പോഴൊക്കെ എന്താണ്, ഗോൾഡ് ഇടിച്ചു കുത്തി മേലോട്ട് കയറി പോവാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അപ്പം നിഫ്റ്റി പൊട്ടും അല്ല മാർക്കറ്റ് പൊട്ടും, ഗോൾഡ് മേലോട്ട് കയറും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഇതുപോലെ തന്നെ കഴിഞ്ഞ 2 മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി വീഴുമ്പോൾ, നിഫ്റ്റി ക്രാഷ് ആകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആര് ക്രാഷ് ആകുന്നു, ഗോൾഡ് ക്രാഷ് ആകുന്നു. അത് കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ കണ്ടിരുന്ന കാര്യം. പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനാണ് നമ്മൾ ഗോൾഡിനകത്ത് കാണുന്നത്. നിങ്ങൾക്കറിയാം, മാർക്കറ്റ് ഇന്നലെയും മിനിയാന്നും ഒക്കെ പൊട്ടിയെങ്കിലും ഗോൾഡ് എന്ത് ചെയ്തില്ല, പൊട്ടിയില്ല. 4000 ഒരു യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4000, എൻ്റെ ഊഹ ശരിയാണ്, 4300 കവിഞ്ഞു എന്നാണ്. ഒരു മിനിറ്റ്, 4000 ഗോൾഡ് ഏകദേശം 4300-നടുത്ത് നമ്മളിത് നോക്കുവാണെങ്കിൽ, XAUSD നോക്കുവാണെങ്കിൽ 4400 ആയി. 4000 തുടങ്ങിയ യാത്രയാണ് 4400-ലെത്തി നിൽക്കുകയാണ്. അപ്പം ഗോൾഡിൻ്റെ റിയാക്ഷൻ ഓപ്പോസിറ്റായിട്ട് വീണ്ടും അത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡ് ഉണ്ടാകാനുള്ള സാധ്യത അടിവരയിട്ട് പറയുന്നു. എൻ്റെ നിഗമനം മാത്രമാണ്. എൻ്റെ കയ്യിൽ വേറെ ഇൻഡിക്കേറ്ററുകളോ മറ്റ് സാധന സാമഗ്രികളോ ഒന്നുമില്ല. എങ്കിലും ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ടും സ്ട്രക്ചർ വെച്ചിട്ടും നമ്മൾ ആകെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ മാർക്കറ്റിലൊരു അപ് ട്രെൻഡ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞു, എവിടെ നിൽക്കണം, മാർക്കറ്റ് 24,138 ഈ പോയിന്റിൽ മാർക്കറ്റ് നിന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ഒരു അപ് ട്രെൻഡ് കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പൊട്ടിയാൽ നമുക്ക് 24 സൈക്കോളജി നമുക്കുണ്ട്. ഈ വരകളൊക്കെ എടുത്ത് കളയണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ടെമ്പററി വരച്ച വരകളാണ്, അതൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഇനിയും നമുക്ക് ഡേ ചാർട്ടിലോട്ടൊന്ന് വരാം. ഡേ ചാർട്ടിൽ നമുക്ക് ഒരു സംഗതി അവിടെ കാണാൻ പറ്റും. നമുക്ക് അതുകൂടെ നോക്കാം. ഡേ ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡെയിലി വൈസിലവിടെ വരച്ചിട്ടിട്ടുണ്ട് അല്ലേ. ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ. നെറ്റൊക്കെ വളരെ ശോകമാണ്. വരൂ മകനെ വരൂ, വളരെ ശോകമാണ്. എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ വരകളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് 593-ൻ്റെ മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകും. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, വേറെ ഒന്നിൻ്റെയും സഹായമില്ലാതെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഡേറ്റ വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് 593 ആദ്യം ഒരു സ്ട്രോങ് ക്യാൻഡിൽ വീണു, പിന്നെ ഒരു റിജക്ഷൻ ക്യാൻഡിലൂടെ റെഡ് ക്യാൻഡിൽ വീണു, അതിനേക്കാളും ശക്തി പറഞ്ഞ് വീണ്ടും ഒരു ക്യാൻഡിൽ വീണു, പിന്നെ കയ്യാലപ്പുറത്തെ ഒരു തേങ്ങ വീണെന്ന് വിചാരിച്ചു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ. അതിനുശേഷം അപ്പോൾ ഇതിന് താഴെ നിൽക്കുവാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയാണ്, ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായി എന്നറിയത്തില്ല. എനിവേ, എന്തായാലും മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ 24,309 600 മുകളിൽ നിന്നും 700 വരെ പോയി, 780 വരെ പോയി. അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? 309 മാർക്കറ്റ് ഇറങ്ങി വന്ന് ഈ ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഡേ വൈസിലെ ക്യാൻഡിലാണ്. എന്താണ് വീണത്? ഓൾമോസ്റ്റ് അബ്സോർബ് ചെയ്തു. ശരിയല്ലേ? വീണത് എത്ര വീണോ
അത് ഓൾമോസ്റ്റ് അബ്സോർബ് ചെയ്ത് ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. കൃത്യമായി സപ്പോർട്ട് തട്ടിയാണ് ഇത് റിജക്റ്റ് ആയേക്കുന്നത് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിജക്ഷൻ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഡേ വൈസിൽ 593 മുകളിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ക്ലോസ്. ഞാൻ വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 593 മുകളിൽ ഡേ വൈസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ക്ലോസിങ് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദറായിട്ട് 24,500 25,000 ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഈ സ്ട്രക്ചർ കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഞാനിവിടെ കാണുന്നുണ്ട്. ഒരു കാര്യം കൂടെ, ഇത് സത്യമാകുമോ അല്ലയോ എന്നറിയത്തില്ല. കാരണം ഈ ചാർട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് സെറ്റപ്പ് നമ്മൾ കാണുന്നുണ്ടെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് നോക്കിക്കേ, ഇവിടുന്ന് മാർക്കറ്റ് ഇത്രയും ദൂരം മുകളോട്ട് പോയി ഇല്ലേ? അതിനുശേഷം ഒരു താഴോട്ട് ഒരു ടിപ്പ് കിട്ടി ഇല്ലേ? ഇതിനെ വേണം നമുക്കൊരു ഫ്ലാഗ് ആൻഡ് പോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സംഗതി വന്നു. ഇങ്ങനൊരു സംഗതി വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് തിരിച്ച് മുകളോട്ട് പോവാനുള്ള സാധ്യത ഉണ്ട്. ആസ് പെർ എൻ്റെ ചാർട്ട് പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലേ, ചാർട്ട് പ്രകാരം, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ഒരു സാധനം ഇവിടെ വീണു, ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഫ്ലാഗ് ആൻഡ് പോൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നിങ്ങളുടെ മനസ്സിലിടുന്നത്, ഇത് ഡേ വൈസ് ആണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോട്ട്. ഓക്കെ, അല്ല ഇത് പൊട്ടുവാണെങ്കിൽ ഇത് വാലിഡ് അല്ല, ഇത് ഇൻവാലിഡ് ആയി പോകും. ഏത് 309 പൊട്ടി താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഇത് ഇൻവാലിഡായി. ഓക്കെ, ഇല്ലെങ്കിൽ ഇതിന് മുകളിൽ ഈ 309 മുകളിൽ നിൽക്കുവാണെങ്കിൽ ഇത് വാലിഡായിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജസ്റ്റ് ഞാൻ കണ്ട കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത്? നാളെ ഇനി മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ മാർക്കറ്റിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കേ, നമ്മളുടെ ലെവൽ തട്ടിയാണ് നിൽക്കുന്നത്. ഈ പറഞ്ഞ 376 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ലെവൽ. ഈ പറയുന്ന ഈ ക്യാൻഡിലുകളൊക്കെ ഒരു ടെമ്പററി ലൈനുകളാണ്. നിങ്ങളത് കണക്കിലെടുക്കേണ്ട. അത് ഒരു കുറച്ച് നാളത്തേക്ക് മാത്രമേ ഇതിൻ്റെ എന്ത് ചെയ്യുള്ളൂ, വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരോ എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, സാർ വീണ്ടും ബോക്സിൽ പെട്ടു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നായിരുന്നു. പക്ഷേ ഓക്കെ, ബോക്സിലൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ആ ബോക്സിൽ തട്ടി അകത്ത് കയറി തിരിച്ചു പോയി. കണ്ടോ, അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ബോക്സ് അവിടെ വർക്ക് ചെയ്തു. ഈ ബോക്സൊക്കെ നോക്കി ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈ ബോക്സൊക്കെ എത്ര നാളുകൊണ്ട് വരച്ചിട്ടേക്കെന്ന് അറിയോ? അപ്പോൾ ആ ബോക്സിൽ തട്ടിയാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, തിരിച്ചു പോയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നാളെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് തലവരയായിട്ട് ആക്ട് ചെയ്യാനുള്ളത് 24,376 ഈ 376 അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കുക. മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ നോക്കി മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ട്രേഡ് തീരുമാനിക്കുക. ഇന്ന് നിങ്ങൾ ട്രേഡ് ചെയ്തു വരുന്ന നേരത്തെ ഞാൻ ചോദിക്കുന്നില്ല, ഇന്നത്തെ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നേയില്ല. അതൊക്കെ നിങ്ങളുടെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് നാളത്തേക്ക് പറയാനുള്ളത്. 376 എന്ന് പറയുന്ന ലൈൻ ശ്രദ്ധിക്കുക. അവിടെ മാർക്കറ്റിൽ മുകളിലോട്ടാണോ താഴോട്ടാണോ നോക്കി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, വേറെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നിഫ്റ്റി മിഡ് ക്യാപ്പ് ആണെങ്കിലും ഒരു എന്താ പറയുന്നത്, നമ്മൾ വരച്ച വരകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കുടുങ്ങി കിടക്കുകയാണ്. നമുക്കൊരു അപ് ട്രെൻഡ് കിട്ടണമെങ്കിൽ 15,020 കടക്കണം. 15,021 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫർദറായിട്ടൊരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ, മിഡ് ക്യാപ്പിൽ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മിഡ് ക്യാപ്പ് ട്രേഡ് ചെയ്യുന്നവർ ഈ ലെവലുകളൊക്കെ നിങ്ങൾ നേരെ ശരിക്കും നോക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ശാന്തമായിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. ഒരു കൊച്ചു കുട്ടിയോട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതേ രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ചിലർക്ക് അത് അരോചകമായിട്ട് തോന്നും, ചിലർക്കത് ആശ്വാസകരമായിട്ട് തോന്നും. എന്തായാലും നിങ്ങളുടെ വിവേചന അധികാരത്തിന് കൊടുക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അത് സ്വീകരിക്കാം. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ, ഇനി ഞാൻ ഇങ്ങനെയൊക്കെ പോകൂ, അന്നും ഇന്നും എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം അതിനിടയിൽ നിന്ന് വലിയൊരു രസമുണ്ടായി. അത് ഞാൻ പറയാൻ മറന്നുപോയല്ലോ. ഇന്ന് എനിക്കൊരാൾ ഒരു ലിങ്ക് അയച്ചു തന്നാണ്. അതിനകത്തിൽ
നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ആളെ എനിക്കറിയാം. ഓക്കെ, ആ ആൾ വേറൊരാളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ എഴുതിയേക്കുന്നു, ബിഗ് പ്ലെയർ എന്നൊരു മഹാപട്ടം മിഡ് ക്യാപ് ഡോക്ടറിന് ചാർത്തി തന്നിട്ടുണ്ട്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ബിഗ് പ്ലെയർ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം. അവർ പറയുമ്പോഴാണ് അത് കാണുന്നത്. എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു പട്ടം എനിക്ക് ചാർത്തി തന്നതിനതിൽ വളരെയധികം നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.